Hello everyone. So today we are going to discuss the topic entropy. Okay. Entropy എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എൻട്രോപ്പി എന്നുള്ളത്. ഓക്കെ, ബട്ട് ഇൻ ഇൻഫോർമേഷൻ തിയറി ദിസ് ടേം ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. Okay, so we are going to see a new concept of entropy. Okay, so here the entropy is a measure of average information content per source symbol. Okay, it is written at the second point. Entropy is the measure of average information content per source symbol. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചായിരുന്നു. വി ഹാവ് എ സോഴ്സ് സിമ്പിൾ സെറ്റ്, ലെറ്റ് ഇറ്റ് ബി സൈ. ഓക്കെ, സൈ എന്നോ എക്സ് എന്നോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഒരു സോഴ്സ് സിമ്പിൾ സെറ്റ് ഉണ്ട്. നമുക്കറിയാം നമ്മളുടെ ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് അതിൽ സിമ്പിൾസ് ആയിട്ടായിരിക്കും, സിമ്പിൾസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ഇൻഫോർമേഷൻ വന്നാലും അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സിമ്പിൾസ് ആക്കും. ഓക്കെ, സോ ആൻ ഇൻഫോർമേഷൻ സോഴ്സ് സൈ കൺസിസ്റ്റ് ഓഫ് സിമ്പിൾസ് ലൈക്ക് S0, S1, S2 എക്സെട്ര. ഒരു ജനറൽ സിമ്പിൾ എസ് സ്മോൾ കെ എടുത്തു, എക്സെട്ര അപ് ടു എസ് കെ ക്യാപിറ്റൽ കെ -1. ഓക്കെ, സോ ദ സിമ്പിൾ കൺസിസ്റ്റ് ഓഫ് സൈ, സിമ്പിൾ സെറ്റിൻ്റെ പേരാണ് സൈ, ഈക്വൽ ടു S0, S1, S2, Sk അപ് ടു k -1. ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് k സിമ്പിൾസ് അല്ലേ. k 0 to k -1 എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ടോട്ടൽ ഓഫ് k സിമ്പിൾസ്, ക്യാപിറ്റൽ K സിമ്പിൾസ്. ഓക്കെ, അതിലൊരു സിമ്പിളാണ് നമ്മൾ ജനറൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് S ഓഫ് സ്മോൾ k. ഓക്കെ, സോ S ഓഫ് ദിസ് സ്മോൾ k ക്യാൻ ബി S0, S1, S2 എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അത് നമ്മൾ ജനറൽ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ Sk എന്നുള്ള സിമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. Okay, so symbol set psi consists of k number of symbols represented as S0, S1, S2, Sk -1. Okay, അപ്പോൾ ഈ ഓരോ സിമ്പിൾസിൻ്റെയും കറസ്പോണ്ടിങ് ഇൻഫോർമേഷൻ കണ്ടൻറ്റ്, ഈ ഓരോ സിമ്പിൾസും ഓരോ ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഇൻഫോർമേഷൻ ഓരോ സിമ്പിളിലുമുള്ള ഇൻഫോർമേഷൻ കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സെൽഫ് ഇൻഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, അത് ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. സെൽഫ് ഇൻഫോർമേഷൻ ഈസ് ദ ഇൻഫോർമേഷൻ കണ്ടൻറ്റ് ഓഫ് എ സിംഗിൾ സിമ്പിൾ or a single event is known as self information. അതിൻ്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചു. I of S small k ആണത്. I of S small k is equal to log 2 of 1/pk. pk എന്ന് പറയുന്നത് ഈ ഓരോ സിമ്പിളിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രോബബിലിറ്റി. ഇൻഫോർമേഷൻ കണ്ടൻറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രോബബിലിറ്റി ആൻഡ് ഈസ് ഈക്വൽ ടു log 2 of 1/pk. ഓക്കെ, അതാണ് സെൽഫ് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഓരോ സിമ്പിളിൻ്റെയും S0ക്ക് ഒരു സെൽഫ് ഇൻഫോർമേഷൻ ഉണ്ടാവും, S1ന് സെൽഫ് ഇൻഫോർമേഷൻ ഉണ്ടാവും, S2ന് സെൽഫ് ഇൻഫോർമേഷൻ ഉണ്ടാവും, Skക്ക് സെൽഫ് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെറ്റിന് എന്താണ് പറയുന്നത്, സൈ. ഓക്കെ, സോ ദ ആവറേജ് ഇൻഫോർമേഷൻ കണ്ടൻറ്റ് ഓഫ് ഓൾ ദീസ് സിമ്പിൾസ് ആർ ടേക്കൺ ടുഗദർ ആൻഡ് ഈസ് നോൺ ആസ് എൻട്രോപ്പി. ഓക്കെ, സോ entropy and it is represented as h of psi. If psi is the name given to this source symbol set, then h of psi, ഇവിടെ x ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കണമെങ്കിൽ h of x. ഓക്കെ, പല ടെക്സ്റ്റ് ബുക്കിലും പല പോലെ ആയിരിക്കും, ചിലപ്പോൾ h of x എന്നുണ്ടാവും. അപ്പോൾ ഏതാണോ സോഴ്സ് സിമ്പിളിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്, സോഴ്സ് സിമ്പിൾ സെറ്റിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്, അതായിരിക്കും h of xൽ വരുന്നത്. ഓക്കെ, കാരണം h of x എന്ന് പറയുന്നത് ഈ എല്ലാ ഇൻഫോർമേഷൻ്റെയും ആവറേജ് ഇൻഫോർമേഷൻ കണ്ടൻറ്റ് ഓൾ ടുഗദർ ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോ h of x ഈക്വൽ ടു, ഇതിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനുള്ളത് നേരെ ഈ സ്ലൈഡിലോട്ട് വീണ്ടും വരാണ്, ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് I of Sk സ്മോൾ k, I of Sk. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ, അതായത് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് k ഈക്വൽ ടു 0 to k -1. കാരണം നമുക്ക്
S02 സ്മോൾ കെ എന്ന് പറയുന്നത് എവിടെ വരെ വേരി ചെയ്യുന്നുണ്ട്? ഇതാണ് എസ് കെ. ഈ സ്മോൾ കെ എന്ന് പറയുന്നത് സിമ്പിളിൻ്റെ ഈ സ്മോൾ കെ എന്ന് പറയുന്നത് എവിടെ വരെ വാരി ചെയ്യുന്നുണ്ട്? 0 to k-1 വരെ വാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വി ഹാവ് ടു ടേക്ക് സമ്മേഷൻ ഫ്രം സ്മോൾ കെ ഈക്വൽ ടു 0 to ക്യാപിറ്റൽ k-1 പി കെ ഇൻറ്റു ഐ എസ് കെ. അതാണ് ഈ എക്സ്പെക്റ്റേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, എപ്സിലോൺ കെ ഈക്വൽ ടു 0 to ക്യാപിറ്റൽ k-1. സ്മോൾ കെക്ക് ഞാനിങ്ങനെ 6 പോലെ എഴുതാണ്, രണ്ടും കൂടി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ എപ്സിലോൺ കെ ഈക്വൽ ടു 0 to k-1, എപ്സിലോൺ അല്ല സമ്മേഷൻ പി കെ. ഐ എസ് കെയുടെ ഫോർമുല എന്താണ്? ഐ എസ് കെ എന്നുള്ളത് സെൽഫ് ഇൻഫോർമേഷനാണ്. സെൽഫ് ഇൻഫോർമേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് log 2 1/pk. ഓക്കെ, അപ്പോൾ ഇതാണ് എച്ച് ഓഫ് സൈ അല്ലെങ്കിൽ നമ്മളുടെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ. എൻട്രോപ്പി എച്ച് ഓഫ് സൈ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 0 to k-1 pk log to 1/pk. Okay, if a source contain k number of simples. Okay, h of psi equal to sigma k equal to 0 to k-1 pk log to 1/pk. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. സിഗ്മ കെ ഈക്വൽ ടു 0 to k-1 pk log to 1/pk. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എൻട്രോപ്പി ആവറേജ് ഇൻഫോർമേഷൻ, ആ സോഴ്സ് സിമ്പിൾ സെറ്റിൻ്റെ ആവറേജ് ഇൻഫോർമേഷൻ കണ്ടൻറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ഇൻഫോർമേഷൻ സെൽഫ് ഇൻഫോർമേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ്സ് ആണ്. ദിസ് മച്ച് ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാതും ഓരോ ബിറ്റ്സ് ആണല്ലേ, ഇതെല്ലാതും ഇതിൻ്റെ ഇൻഫോർമേഷൻ കണ്ടൻറ്റ് ബിറ്റ്സിലാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. പെർ എന്താണ് വരുന്നത്? ഇത് ആവറേജ് ആണ് ഇതിൻ്റെ എടുക്കുന്നത്. അപ്പോൾ ബിറ്റ്സ് പെർ സിമ്പിൾ, ഇതൊരു സിമ്പിൾ സെറ്റാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ദിസ് മച്ച് ബിറ്റ്സ് പെർ സിമ്പിളാണ്, ബിറ്റ്സ് പെർ സിമ്പിൾ. ഓക്കെ, എച്ച് ഓഫ് സൈ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 0 to k-1 pk log to 1/pk bits per simple. Okay, that is entropy. Okay, so ISK is a discrete random variable. Mean of ISK over the source simple alphabet S is called entropy of the discrete memoryless source. Okay, so it is applicable when it is a discrete memoryless source. A discrete memoryless source നെ റെപ്രസെൻ്റ് ചെയ്ത DMS എന്നാണ്. അതെന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീൻ ഓഫ് എടുക്കുകയാണ്. അതാണ് ഈ എക്സ്പെക്റ്റേഷൻ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് തരുന്നത്. സ്ലൈഡ് പോയല്ലോ. സ്ലൈഡ് പോയി, ജസ്റ്റ് മിനിറ്റ്. അയ്യോ, okay, so that is entropy. Okay, next one, properties of entropy. Next slide. So average information or entropy അതൊന്നും കൂടി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ എച്ച് ഓഫ് സൈ ഒരു വേറെ ഫോമിൽ എഴുതിയേക്കാണ്. എച്ച് ഓഫ് സൈ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ സെറ്റിൻ്റെ ഇത് എക്സ് എന്നാണെങ്കിൽ സോഴ്സ് സിമ്പിൾ സെറ്റിനെ എക്സ് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തെങ്കിലാണ് നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് കൊടുക്കുന്നത്. അത് ഏത് എഴുതിയാലും കുഴപ്പമില്ല, ഏതാണോ സിമ്പിൾ സെറ്റ് തന്നിരിക്കുന്നത് അതിൻ്റെ പേരാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എച്ച് ഓഫ് സൈ ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം സിഗ്മ കെ ഈക്വൽ ടു 0 to k-1
അപ്പോൾ തെറ്റാതിരിക്കാൻ സ്മോൾ കെയും ക്യാപിറ്റൽ കെ ആണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. പി കെ log ടു 1/pk എന്നാണ്. അതിനെ മൈനസ് ഓഫ് പി കെ എന്ന് എഴുതാലോ. ഓക്കെ, സോ ദ ഇക്വേഷൻ ഈസ് സെറ്റ് ഓഫ് psi ഈക്വൽ ടു മൈനസ് ഓഫ് കെ ഈക്വൽ ടു എപ്സിലോൺ കെ ഈക്വൽ ടു 0 to k minus 1 പി കെ log ടു പി കെ മൈനസ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിൽ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി, പിന്നെ മൈനസ് ഒന്നും ഇതാക്കണ്ട. ഓക്കെ, പി കെ log ടു 1/pk. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൽഫ് ഇൻഫോർമേഷൻ log ടു 1/pk ആണ് ഇൻറ്റു പി കെ. എന്നിട്ട് സം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് ഇൻഫോർമേഷൻ കണ്ടൻറ്റ് കിട്ടും. ഓക്കെ, ഇനി സ്ലൈഡിലോട്ട് വരാം. ദ ക്വാണ്ടിറ്റി എച്ച് ഓഫ് എക്സ് ഈസ് കോൾഡ് എൻട്രോപ്പി ഓഫ് സോഴ്സ് എക്സ്. ഓക്കെ, ആണല്ലോ, നമ്മളുടെ സോഴ്സ് സിമ്പിൾ സെറ്റിൻ്റെയാണ് എൻട്രോപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എൻട്രോപ്പി ഓഫ് സോഴ്സ് എക്സ്. ഓക്കെ, ഇനി എൻട്രോപ്പി ഓഫ് റിസീവറും കാണാം. വൈ റിസീവർ ആണെങ്കിൽ എൻട്രോപ്പി ഓഫ് റിസീവർ എച്ച് ഓഫ് വൈ എന്ന് പറയുന്നത് എൻട്രോപ്പി ഓഫ് റിസീവർ ആവും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ആവറേജ് ഇൻഫോർമേഷൻ കണ്ടൻറ്റ് പെർ സോഴ്സ് സിമ്പിൾ. അതൊന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ദ സോഴ്സ് എൻട്രോപ്പി എച്ച് ഓഫ് എക്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി വിത്തിൻ സോഴ്സ് എക്സ്. ഓക്കെ, ഇതിൻ്റെ പോയിൻ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒരു ഇൻഫോർമേഷൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അൺസർട്ടനിറ്റി അല്ലേ. അപ്പോൾ അൺസർട്ടനിറ്റി എത്രയാണോ കൂടുന്നത് അത്രയും ഇൻഫോർമേഷനും കൂടുന്നു നമ്മൾ പഠിച്ചു അല്ലേ. ഒരു ഷുവർ ഈവൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ എത്രയാണ്, ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യുന്നത് എത്രയാണ്, 0 ആണ്. ഓക്കെ, ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഈക്വൽ ടു 1 ഒരു ഇവൻറ്റിൻ്റെ ആണെങ്കിൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആണ്, ഒരു ഇൻഫോർമേഷനും ഇല്ല. എത്രത്തോളം പ്രോബബിലിറ്റി കുറയുന്നു അത്രത്തോളം ഇൻഫോർമേഷൻ കൂടാണ് ചെയ്യുക. ഓക്കെ, അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ആവറേജ് എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി വിത്തിൻ സോഴ്സ് എക്സ്. ഓക്കെ, ആ സോഴ്സ് എക്സിൽ ഒരു ആവറേജ് എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി എത്രയുണ്ട് എന്നാണ് ഇത് കൗണ്ട് ചെയ്യണത്. ഓക്കെ, ദെൻ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എ സോഴ്സ് എമിറ്റ് 3 സിമ്പിൾ S0, S1, S2 വിത്ത് പ്രോബബിലിറ്റീസ് 1/4, 1/4, 1/2. കാൽക്കുലേറ്റ് എൻട്രോപ്പി ഓഫ് ദ സോഴ്സ്. ഓക്കെ, ഇത് ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ കാൽക്കുലേറ്ററിൽ ആൻസർ മാത്രം നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അതിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. എച്ച് ഓഫ് സൈ ഈക്വൽ ടു നമുക്ക് ആ ഫോർമുല നേരെ എഴുതാം. അപ്പോൾ സിമ്പിൾസ് പി കെ സിമ്പിൾസ് തന്നിരിക്കുകയാണ്. എന്താണ് 1/4, 1/4, 1/2. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മേഷൻ അല്ല എടുക്കണ്ടേ. അപ്പോൾ എന്താ വേണ്ടേ, സിഗ്മ കെ ഈക്വൽ ടു സിഗ്മ സ്മോൾ കെ ഈക്വൽ ടു 0 to 1, 0, 1, 2, 0 to 2 അല്ലേ, 0 to k minus 1. എത്ര സിമ്പിൾ ഉണ്ട്, 3 സിമ്പിൾ അല്ലേ. അപ്പോൾ കെ സിമ്പിളാണ് സെറ്റ് സോഴ്സിലുള്ളത്. അപ്പോൾ കെ എന്ന് പറയുന്നത് 3, സോ k - 1 എന്ന് പറയുന്നത് 2. ഓക്കെ, പി കെ log ടു 1/pk. ഓക്കെ, ഇനി ഇത് അങ്ങനെ വലിയ കാര്യമായിട്ട് ഓർത്തിരിക്കുന്നു വേണ്ട. ഇതാണ് തന്നിട്ടുള്ളത് പ്രോബബിലിറ്റീസ്. ഇതിൻ്റെ എൻട്രോപ്പി കാണാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, 1/4 പി കെക്ക് പകരമാണ് 1/4 log ടു 1/pk എന്ന് പറയുന്നത് 4 ആവും, പ്ലസ് 1/4 log ടു 4. അപ്പോൾ ഇതിൻ്റെ എടുത്തു പ്ലസ് 1/2 log ടു 2. ഓക്കെ, അപ്പോൾ 1/4 log ടു 4 പ്ലസ് 1/4 log ടു 4 പ്ലസ് 1/2 log ടു 2 ചെയ്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ദിസ് മച്ച് ബിറ്റ്സ് പെർ സിമ്പിൾ എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. അത് യൂണിറ്റ് കറക്റ്റായിട്ട് എഴുതണേ. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ 1/2 മാർക്കോളം പോകും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, എച്ച് ഓഫ് സൈ ഈക്വൽ ടു 1/4 log ടു 4 പ്ലസ് 1/4 log ടു 4 പ്ലസ് 1/2 log ടു 2. ഓക്കെ, അപ്പോൾ 3 സിമ്പിൾ ആയതുകൊണ്ട് എത്രയാണോ ഉള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മേഷൻ ചെയ്യാം. ഏത് ഫോമുല ഉപയോഗിച്ചിട്ട്, പി കെ log ടു 1/pk വെച്ചിട്ട്. ഓക്കെ, ഇത് ചെയ്താൽ കറക്റ്റായിട്ട് ചെയ്താൽ log 2 ഓഫ് ഒരു നമ്പറും കൂടി ചെയ്യാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും തെറ്റിപ്പോവില്ല. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ചെയ്യാം. നെക്സ്റ്റ് വൺ, ആവറേജ് ഇൻഫോർമേഷൻ ഓർ എൻട്രോപ്പി. അതൊന്നും കൂടി നേരത്തെ പറഞ്ഞ തന്നെയാണ്. ബൈനറി സോഴ്സ് എക്സ് ജനറേറ്റ് ഇൻഡിപെൻഡൻറ്റ് സിമ്പിൾ 0 and 1 with equal probability. The source entropy h of x is, അതായത്
ഇപ്പോൾ ബൈനറി സോഴ്സ് എന്ന് പറഞ്ഞാൽ 0യും 1ഉം ബൈനറി സോഴ്സ്. അപ്പോൾ നമ്മൾ സോഴ്സ് സിമ്പൽ സെറ്റ് പറഞ്ഞില്ലേ, സൈ അല്ലേ. അപ്പോൾ സൈയിൽ S0 S1 S2 എന്ന് ഇഷ്ടംപോലെ നമ്പർ ഓഫ് സിമ്പൽസ് ഉണ്ടാവാം എന്ന് പറഞ്ഞു. ഓക്കെ, അതൊരു ബൈനറി സോഴ്സ് ആണെങ്കിൽ അതിൽ ഉൾക്കൊള്ളാവുന്ന സിമ്പൽസ് ഏതൊക്കെയാണ്? 0യും 1ഉം. S0 = 0, S1 = 1. ഈ രണ്ട് സിമ്പലാണ് ബൈനറി സിമ്പൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ബൈനറി സിമ്പലാണെങ്കിൽ സ്ലൈഡിൽ നോക്കാം. ബൈനറി സോഴ്സ് എക്സ് ദാറ്റ് ജനറേറ്റ് ഇൻഡിപെൻഡൻറ്റ് സിമ്പൽസ് 0 and 1 വിത്ത് ഈക്വൽ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ രണ്ട് സിമ്പലുള്ളൂ, അതിൻ്റെ പ്രോബബിലിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ഹാഫ് ആയിരിക്കും, അതല്ലേ ദ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിമ്പൽ ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 0 ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഹാഫ്. 1 ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി ഹാഫ്. ഓക്കെ, അപ്പോൾ അതായത് ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1. അപ്പോൾ 1 വിത്ത് ഈക്വൽ, സ്ലൈഡിലോട്ട്, ഇൻഡിപെൻഡൻറ്റ് സിമ്പിൾ വിത്ത് 0 and 1 വിത്ത് ഈക്വൽ പ്രോബബിലിറ്റി ദ സോഴ്സ് എൻട്രോപ്പി H of x ഈസ്. അപ്പോൾ H of x ഇതിനെ കണ്ടുപിടിച്ചാൽ, ഇവിടെ സൈ എന്നാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് H of psi = ഇതാണ് രണ്ട് പ്രോബബിലിറ്റി ഇതിൻ്റെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ? ഹാഫ് log 2 2 പ്ലസ് ഹാഫ് log 2 2. ഇത് ചെയ്ത് നോക്കുക. ഹാഫ് log 2 2 പ്ലസ് ഹാഫ് log 2 2 ചെയ്ത് നോക്കുക, = 1 bits per symbol എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അതായത് ഇതിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അത്, എന്നിട്ട് 1 bits തന്നെയാണോ കിട്ടണേന്ന് നോക്കുക. അതായത് ഒരു സോഴ്സ് സിമ്പൽ സെറ്റിൽ ഒരു സോഴ്സ് സിമ്പൽ സെറ്റ് ഈക്വി പ്രോബബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രോപ്പി എന്നുള്ളത് മാക്സിമം ആയിരിക്കും 1. മാക്സിമം അല്ല, എൻട്രോപ്പി = 1 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ എൻട്രോപ്പി 1 ആയിരിക്കും. ഓക്കെ, മാക്സിമം ആയിരിക്കും, 1 തന്നെ മാക്സിമം ആയിരിക്കും അതിൻ്റെ എൻട്രോപ്പി. ഓക്കെ, ഇനി സോഴ്സ് എൻട്രോപ്പി, നെക്സ്റ്റ് പോയിൻ്റ്, ദ സോഴ്സ് എൻട്രോപ്പി H of x സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ഫോളോയിങ് റിലേഷൻ. അപ്പോൾ ഈ H of xന് രണ്ട് ബൗണ്ടറി ഉണ്ട്. H of x അല്ലെങ്കിൽ H of psiക്ക് രണ്ട് ബൗണ്ടറി ഉണ്ട്. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദൻ ഓർ ഈക്വൽ ടു log 2m. അതെങ്ങനെയാണ് വരാമെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, H of psiക്ക് രണ്ട് ബൗണ്ടറി ഉണ്ട്. H of psiയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് log 2m എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. ആ log 2m എന്ന് പറയുന്നത് m ഈക്വലി ലൈക്ലി ഈവൻസ് ആണ്. ഓക്കെ, അതെന്താണെന്ന് പറയാൻ തരാം. ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി ഈക്വൽ ആയിരിക്കും 1/2 1/2. ഓക്കെ, അല്ലെങ്കിൽ ഒരു 3 സിമ്പൽ സൈ എന്ന് പറഞ്ഞ ഒരു സോഴ്സ് സിമ്പൽ സെറ്റിന് 3 ഇവൻ്റ് ഉണ്ട്, S0 S1 S2. ഇനി ഈ 3 ഇവൻറ്റും 3 സിമ്പലുണ്ട്. ഈ 3 സിമ്പലിനും ഈക്വി പ്രോബബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നിനും പ്രോബബിലിറ്റി 1/3 1/3 1/3. ഓക്കെ, എന്നാലല്ലേ 3/3 = ടോട്ടൽ പ്രോബബിലിറ്റി 1 ആവുള്ളൂ. ഓക്കെ, അങ്ങനെ ഈക്വി പ്രോബബിൾ ആയാലാണ് മാക്സിമം എൻട്രോപ്പി. ആ മാക്സിമം എൻട്രോപ്പിയുടെ വാല്യൂ ആണ് log 2 of m എന്ന് വരുന്നത്. അത് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ പ്രൂഫ് പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു സോഴ്സ് സിമ്പലിൽ 4 സിമ്പൽസ് ഉണ്ട്. ഓക്കെ, S0 S1 S2 S3 4 സിമ്പൽസ്. അപ്പോൾ 4 സിമ്പൽസ് ഉണ്ടെങ്കിൽ അത് ഈക്വി പ്രോബബിൾ ആണെന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എത്രയായിരിക്കും? 1/4 1/4 1/4 1/4. 5 ആണെങ്കിൽ ഈക്വി പ്രോബബിൾ ആണെങ്കിൽ 1/5 1/5 അങ്ങനെ 5 ടൈം. ഓക്കെ, അപ്പോൾ അതാണ് എൻട്രോപ്പിയുടെ. ഇനി അടുത്തത് നെക്സ്റ്റ് ഒരു പാരാമീറ്ററാണ് ഇൻഫോർമേഷൻ റേറ്റ്. ഓക്കെ, ഇൻഫോർമേഷൻ റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ R. ഓക്കെ, ഇൻഫോർമേഷൻ റേറ്റ് = അതിൻ്റെ ഫോർമുല വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് എ സോഴ്സ്, ഇപ്പോൾ ഇതിൽ തന്നിട്ടില്ല ഞാൻ പറയാണ്, ഇഫ് എ സോഴ്സ് എമിറ്റ് small r number of simples per second. ഓക്കെ, ഒരു സോഴ്സ് r number of simples per second ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ = R × H, where H is the entropy. Okay, so information rate = where R is the message rate. അതായത് ഒരു സോഴ്സ്
ആർ നമ്പർ ഓഫ് സിമ്പിൾസ് ഒരു സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എച്ച്. ഓക്കെ, ആർ നമ്പർ ഓഫ് സിമ്പിൾ പെർ സെക്കൻഡ് ഒരു സോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ റേറ്റ് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ആർ ഇൻറ്റു എച്ച്. ഇതെപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, ഈ ഫോർമുല. ഓക്കെ, ആർ ഇൻറ്റു എച്ച് ആണ്. എപ്പോഴും ഇൻഫോർമേഷൻ റേറ്റ് കൂടെ ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ എൻട്രോപ്പി ആൻഡ് ഇൻഫോർമേഷൻ റേറ്റ് പ്രൊവൈഡഡ് ദ സോഴ്സ് എമിറ്റ് 12 സിമ്പിൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 6 സിമ്പിൾ പെർ സെക്കൻഡ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന എൻട്രോപ്പി ഇൻറ്റു ദാറ്റ് 6 ഈക്വൽ ടു ഇൻഫോർമേഷൻ റേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇൻഫോർമേഷൻ റേറ്റിൻ്റെ ഫോർമുല എന്ത് വരും നമുക്ക് നോക്കാം. എൻട്രോപ്പിയുടെ ഫോർമുല ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് എൻട്രോപ്പിയുടെ ഫോർമുല. ഓക്കെ, ഇൻറ്റു ബിറ്റ്സ് പെർ സിമ്പിൾ ആണ്. ബിറ്റ്സ് പെർ സിമ്പിൾ എൻട്രോപ്പിയുടെ ഫോർമുല ബിറ്റ്സ് പെർ സിമ്പിൾ ആണ്. ഇനി ആറിൻ്റെ എന്താണ്? എ സോഴ്സ് എമിറ്റ് ആർ സിമ്പിൾ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ എന്താണ് സിമ്പിൾ? ആ സ്മോൾ ആറിൻ്റെ ഫോർമുല ഇതെന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പെർ സെക്കൻഡ് ആണ്. സിമ്പിൾ പെർ സെക്കൻഡ്. ഇറ്റ് എമിറ്റ് ആർ സിമ്പിൾ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ സിമ്പിൾ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഈ സിമ്പിളും വെട്ടിപ്പോയി. അപ്പോൾ ഇൻഫോർമേഷൻ റേറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ദിസ് മച്ച് ബിറ്റ്സ് പെർ സെക്കൻഡ്. സോഴ്സ് എമിറ്റ് ദിസ് മച്ച് ഇൻഫോർമേഷൻ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഫോർമേഷൻ റേറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പാരാമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫോർമേഷൻ റേറ്റ് ക്യാപിറ്റൽ ആർ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോപ്പർട്ടീസ് ഓഫ് എൻട്രോപ്പി. സ്ലൈഡ് നോക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് എൻട്രോപ്പി, അതായത് എച്ച് ഓഫ് സൈ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ പ്രോബബിലിറ്റി പി കെ ഈക്വൽ ടു 1 അല്ലേ? നമുക്കറിയാം പി കെ ഈക്വൽ ടു 1 ആയിക്കഴിഞ്ഞാൽ പി കെ 1 ആണെങ്കിൽ പി കെ 1 log 2 1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഫോർ സം കെ അത് വായിക്കാണ്. ആൻഡ് ദ റിമൈനിങ് പ്രോബബിലിറ്റീസ് ഇൻ ദ സെറ്റ് ആർ ഓൾ 0. ഓക്കെ, ദിസ് ലോവർ ബൗണ്ട് ഓൺ എൻട്രോപ്പി കറസ്പോണ്ട് ടു നോ അൺസർട്ടനിറ്റി. അതായത് ഷുവർ ഈവൻറ്റിന് നാളെ സൂര്യൻ കിഴക്കുദിക്കുന്നു, ഷുവർ ഈവൻറ്റ്, നമുക്കൊരു അൺസർട്ടനിറ്റി ഇല്ല. ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിൻറ്റ്, എച്ച് ഓഫ് സൈ ഈക്വൽ ടു log 2k. നേരത്തെ കണ്ട log 2m അതേപോലെ തന്നെയാണ് log 2k എന്ന് പറഞ്ഞിരിക്കുകയാണ്. log 2k if and only if pk equal to 1/k for all k, that is all symbols in the alphabet psi are equiprobable. നേരത്തെ പറഞ്ഞത് അവിടെ m എന്ന് പറയുന്നത് equiprobable event ആയാലാണ്. അതിവിടെ k എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ equiprobable h of psi equal to log 2k ആവും if and only if pk equal to 1/k for all k symbols in the alphabet psi are equiprobable. This upper bound on the entropy correspond to maximum uncertainty. അപ്പോൾ equiprobable ഒരു സോഴ്സ് സിമ്പിൾ സെറ്റിൽ equiprobable ആവുമ്പോഴാണ് അതിൻ്റെ എൻട്രോപ്പി മാക്സിമം ആവുക. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എന്താ പറയുക log 2k വന്നതെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. എച്ച് ഓഫ് സൈ equiprobable ആണെങ്കിൽ ഇപ്പോൾ ഒരു 3 ഇവൻ്റ് ഉണ്ട്. ഓക്കെ, 3 ഇവൻ്റ് ആണെങ്കിൽ 1/3 1/3 1/3 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി equiprobable ആണെങ്കിൽ അല്ലേ? അപ്പോൾ എച്ച് ഓഫ് സൈ എൻട്രോപ്പി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? നമ്മൾ ചെയ്യും എന്താണ് 1/3 log 2 3 പ്ലസ് 1/3 log 2 3 പ്ലസ് 1/3 log 2 3. അതായത് 3 ടൈംസ് ഇതല്ലേ? ഓക്കെ, അപ്പോൾ ഈ 3 ക്യാൻസൽ ചെയ്തു. ഇതെന്താണ് log 2 3. ഓക്കെ, അതുകൊണ്ടാണ് log 2m അല്ലെങ്കിൽ log 2k അവിടെ k എന്ന് പറയുന്നത് ഈക്വിപ്രോബബിൾ ആണ് അല്ലെങ്കിൽ m എന്ന് പറയുന്നത് ഈക്വിപ്രോബബിൾ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് log 2 of k അല്ലെങ്കിൽ log 2 of m, where m is the equiprobable event. ഓക്കെ, നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ടോപ്പിക് എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ബൈനറി, ആ ടോപ്പിക്കിൻ്റെ ഒരു ബൈനറി മെമ്മറിയിലെ സോഴ്സിന് അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നേരത്തെ കണ്ടുപിടിച്ചതാണ് ബൈനറി മെമ്മറിയിലെ സോഴ്സിൻ്റെ എന്താണ് എൻട്രോപ്പി, ആ 0 1 വെച്ചിട്ടുള്ള കേസ്. ഇതാണ് ബൈനറി മെമ്മറിയിലെ സോഴ്സ്. ഓക്കെ, ഇതൊരു ജനറൽ കേസായിട്ട് എടുക്കുകയാണ്. എക്സാമ്പിൾ ഓഫ് എ ഡിസ്ക്രീറ്റ് മെമ്മറിയിലെ സോഴ്സ്.
ഓക്കെ. അപ്പോൾ ഡിസ്ക്രീറ്റ് മെമ്മറിയിലെ സോഴ്സിനെയാണ് DMS എന്ന് പറയുന്നത്. ഹാസ് ദ എൻട്രോപ്പി ദാറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് അറ്റ് എ സെർട്ടൈൻ ടൈം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഔട്ട്പുട്ട്. അതൊന്നും വേണ്ട, അതുണ്ട്. അപ്പോൾ നമ്മളൊരു ബൈനറി മെമ്മറിയിലെ സോഴ്സ് എടുത്തു. ഓക്കെ, h of psi ഈക്വൽ ടു എ ബൈനറി മെമ്മറിയിലെ സോഴ്സ്. അപ്പോൾ ബൈനറി മെമ്മറിയിലെ സോഴ്സിൽ 0യും 1 ആണ് ആകെ സിംപൽസ് ഉള്ളത്. ഓക്കെ, സോ 0 ഒക്കേഴ്സ് വിത്ത് പ്രോബബിലിറ്റി P0 നമ്മൾ എടുക്കുകയാണ്. P0 ആണ് 0 ഒക്കർ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി അല്ലേ. അപ്പോൾ അടുത്ത 1 ഒക്കർ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും ഒന്ന് തിങ്ക് ചെയ്തേ. എങ്ങനെ കണ്ടുപിടിക്കും? ആകെ 2 ഇവൻ്റ് ഉണ്ട്. ഓക്കെ, ആകെ 2 ഇവൻ്റ് ഉണ്ട്. അതിൽ ഒരു ഈവൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി P0 എന്ന് തന്നു. ഓക്കെ, അപ്പോൾ മറ്റേ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ഓഫ് കോഴ്സ് 1 മൈനസ് P0 ആയിരിക്കും. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 അല്ലേ. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ കിട്ടിയാൽ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താ 1 മൈനസ് P0. അപ്പോൾ P0ഉം 1 മൈനസ് P0 ആണ് ഈ 2 സിമ്പിൾ ഒരു ഡിസ്ക്രീറ്റ് മെമ്മറിയിലെ സോഴ്സ് DMS. ഡിസ്ക്രീറ്റ് മെമ്മറിയിലെ സോഴ്സ് അല്ല, ബൈനറി BMS, ബൈനറി മെമ്മറിയിലെ സോഴ്സ്. ഡിസ്ക്രീറ്റ് തന്നെയാണ്, ബൈനറിയുമാണ്. ഓക്കെ, ബൈനറി നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ സിമ്പിൾസ്. ഓക്കെ, അപ്പോൾ ബൈനറി മെമ്മറിയിലെ സോഴ്സ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ 0 and 1 വിത്ത് പ്രോബബിലിറ്റി P0 and 1 മൈനസ് P0. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? h of psi ഈക്വൽ ടു എന്തായിരിക്കും? P0 log 2 1 by P0 പ്ലസ് എന്താ 1 മൈനസ് P0 log 2 1 by 1 മൈനസ് P0 അല്ലേ. ഇനി ആ log 2 1 by എന്നുള്ളത് മാറ്റാൻ വേണ്ടി നമ്മൾ മൈനസ് ഇടാണ്. P0 log 2 P0 ഇവിടെ മൈനസ് വന്നു. ഈ log 2 ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം 1 മൈനസ് P0 log 2 1 മൈനസ് P0. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇത്ര ബിറ്റ്സ് പെർ സിമ്പിളാണ് ഒരു ബൈനറി ജനറൽ ഇക്വേഷൻ. ഒരു ബൈനറി മെമ്മറിയിലെ സോഴ്സിൻ്റെ BMS, ബൈനറി മെമ്മറിയിലെ സോഴ്സിൻ്റെ എൻട്രോപ്പിയുടെ ഇക്വേഷനാണിത്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ഇത് ഡ്രോ ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് ദ എൻട്രോപ്പി ഓഫ് എ ബൈനറി മെമ്മറിയിലെ സോഴ്സ്? ഇത് ഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ P0ക്ക് ഇവിടെ P0 മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, P0ക്ക് കുറച്ച് വാല്യൂ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഞാൻ കൊടുക്കുന്ന വാല്യൂ P0 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ h of psi ഈക്വൽ ടു ആണ് കേട്ടോ. അത് h of psi ഈക്വൽ ടു ആണ്. അപ്പോൾ P0 ഈക്വൽ ടു 0 കൊടുത്താൽ h of psiക്ക് എത്രയാണ് വാല്യൂ കിട്ടാൻ നോക്കാം. h of psi ഈക്വൽ ടു, അപ്പോൾ ഇത് 0 എന്ന് പറഞ്ഞാൽ ഇത് 0 ആയിപ്പോയി. ഇവിടെ 1 മൈനസ് 0 എന്ന് പറയുന്നത് 1 log 2 1 എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. ഓക്കെ, അപ്പോൾ എന്താ h of psi ഈക്വൽ ടു 0 ചെയ്ത് നോക്കാം. P0ക്ക് 0 ഇട്ട് നോക്കാം. ഓക്കെ, 0 കിട്ടി. ഇനി h of psi ഈക്വൽ ടു h of psi അല്ല, ഇനി അടുത്തത് P0ക്ക് ഞാൻ വാല്യൂ കൊടുക്കാൻ പോവാണ്. P0 ഈക്വൽ ടു 1 കൊടുക്കാൻ പോവാണ്. മാക്സിമം വാല്യൂ 1 കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. h of psi ഈക്വൽ ടു വീണ്ടും 1 log 2 1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, 1 log 2 1 എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് P0 1 ആയിട്ടുണ്ടെങ്കിൽ ഇത് 0 ഇൻറ്റു ഇതെന്ന് പറയുന്നത് വീണ്ടും 0 ആവും. ഓക്കെ, അപ്പോൾ h of psi ഈക്വൽ ടു എഗെയിൻ 0 ഫോർ P0 ഈക്വൽ ടു 1. ഓക്കെ, ഇനി വേറൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. P0 ഈക്വൽ ടു ഹാഫ് എന്ന് ഇട്ട് കൊടുക്കാം. ഹാഫ്. ഓക്കെ, എന്ത് കിട്ടും നോക്കാം. h of psi ഈക്വൽ ടു ഇതൊന്നും നോക്കേണ്ട വരും അല്ലേ. മൈനസ് ഹാഫ് log 2 ഹാഫ് P0 തന്നെയാണല്ലോ. മൈനസ് ഇവിടെ എന്ത് വരും? 1 മൈനസ് ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് വരും. ഹാഫ് log 2 ഹാഫ്. ഓക്കെ, 1 മൈനസ് ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് വരും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈക്വൽ ടു ഹാഫ് log 2 ഹാഫ് ഒക്കെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 വരും. ഓക്കെ, ചെയ്ത് നോക്കാം. കുട്ടികളെ ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്ത് നോക്കണം. നിങ്ങൾ log 2 ഓഫ് ഹാഫ് എത്രയാണ് നോക്കണം. ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ h of psi ഈക്വൽ ടു 1 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വരയ്ക്കാം? ഗ്രാഫ് വരയ്ക്കാം. നമുക്കിപ്പോൾ ഒരു h of psi ഇവിടെ ഉണ്ട് ഓൾറെഡി.
സോ എച്ച് ഓഫ് സൈയും പ്രോബബിലിറ്റി എടുത്തു. ഓക്കെ, ഇവിടെ എച്ച് ഓഫ് സൈയുടെ വാല്യൂ എടുത്തു. എച്ച് ഓഫ് സൈ 0 1 കൊടുത്തു. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി എടുത്തു. ഇവിടെ ഹാഫ്, ഇവിടെ 1 എടുത്തു. 1 പ്രോബബിലിറ്റി. So we are going to draw a entropy of a binary memoryless source taking probability on x-axis and h of psi, അതായത് എൻട്രോപ്പി ഓൺ y-axis. ഓക്കെ, അപ്പോൾ എൻട്രോപ്പി പ്രോബബിലിറ്റി 0 ആയിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി എത്രയാണ്? 0 ആണ്. നമ്മൾ നേരത്തെ കണ്ടു. പ്രോബബിലിറ്റി 0 ആണെങ്കിൽ എൻട്രോപ്പി 0. പ്രോബബിലിറ്റി 0, എൻട്രോപ്പി 0. ഇനി പ്രോബബിലിറ്റി 1 ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? എൻട്രോപ്പി 0. എഗെയിൻ പ്രോബബിലിറ്റി 1 ആയിട്ടുണ്ടെങ്കിലും എൻട്രോപ്പി 0. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ 1 ആണ്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ പോകും? ഒരു റാ പോലത്തെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് മുട്ടിക്കുക കേട്ടോ. റാ പോലെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എ ബൈനറി മെമ്മറിലെസ് സോഴ്സ്, എൻട്രോപ്പി ഓഫ് എ ബൈനറി മെമ്മറിലെസ് സോഴ്സ്. Okay, it is so simple, but it is frequently asked in question paper. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്റ്റ് വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈനറി മെമ്മറിലെസ് സോഴ്സിൻ്റെ എൻട്രോപ്പിയും അതിൻ്റെ എൻട്രോപ്പി ഗ്രാഫും. ഓക്കെ, അപ്പോൾ ഇതാണ് വരാ. നമ്മൾ സ്ലൈഡിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ, എൻട്രോപ്പി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ദെൻ എക്സ്റ്റൻഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് മെമ്മറിലെസ് സോഴ്സ്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുക. ഓക്കെ.